അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട താരീഖ് വിഷയത്തിൽ നിന്നും മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതുപോലെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട്, അതൊന്നും പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതിയെടുക്കുക. 1. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം. മുകളിൽ ബ്രാക്കറ്റിൽ കാണാം ഷഅബാൻ. 2. ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം. അത് ജുമാദുൽ ഉഖ്റ. 3. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത്? ജന്നത്തുൽ ബഖീഅയിൽ. 4. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണിയത്ത് ഉസ്താദിൻ്റെ വാഴക്കാട്. 5. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത്. ഡൽഹിയിലുള്ള ചെങ്കോട്ട സ്ഥാപിച്ചതാരാണ്? ഷാഹ്ജഹാനാണ്. 6. ഖുതുബ് മിനാർ നിർമ്മിച്ചത്. ആരാണ് ഖുതുബ് മിനാർ നിർമ്മിച്ചത്? ഖുതുബുദ്ദീൻ ഐബക്. 7. മഖ്ദൂം ഒന്നാമൻ്റെ ജനനസ്ഥലം കൊച്ചിയാണ്. ഇനി പ്രവർത്തനം 2 നോക്കാം. ശരി അടയാളപ്പെടുത്താം. ശരി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് കൊടുക്കുക. 1. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് നടന്നതെന്നാണ്? 1932 2. മഖ്ദൂം രണ്ടാമൻ രചിച്ചതാണ്. മഖ്ദൂം രണ്ടാമൻ രചിച്ചത് ഏതാണ്? അൽ അദ്കിയ ആണോ, ഫതുഹുൽ മുഈൻ ആണോ, ഫതുഹുൽ മുബീൻ? ഏതാണ്? ഫതുഹുൽ മുഈൻ. 3. അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജ്റ 46 ഹിജ്റ 24 ഹിജ്റ 64? ശരിയായത് ഹിജ്റ 64. 4. അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജ്റ 132 ഹിജ്റ 136 ഹിജ്റ 133? ശരിയായത് ഹിജ്റ 132. 5. ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഖൈബർ, ജമൽ, യർമൂക്ക്? ശരിയായത് ജമൽ യുദ്ധം. 6. സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം മദീന എന്നുണ്ട്, ബസ്ര എന്നുണ്ട്, അഖീഖ് എന്നുണ്ട്. ശരിയായത് അഖീഖ് എന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. ഉമർ ഖാളി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഏതാണെന്ന് എഴുതി കൊടുക്കുക. അലി എന്നവരാണ്. 2. മമ്പുറം തങ്ങളുടെ ജനനവർഷം സിമ്പിളാണ്, 1166, അതായത് 1166. 3. മഖ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം എവിടെയാണ്? ചോംപാൽ. 4. ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ? അത് ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. 5. അബ്ദുൽ ഖാദിരി മുസ്ലിയാരുടെ ജനനസ്ഥലം, അദ്ദേഹം ജനിച്ചത് വാളക്കുളത്താണ്. 6. ഹൈദരാബാദിൽ മുഫ്തിയായിരുന്നു. ഹൈദരാബാദിലെ മുഫ്തിയായിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. വൻവർ ക്വസ്റ്റ്യന് ഇതുപോലെ ഉണ്ടാവാറുണ്ട് പരീക്ഷകളിലൊക്കെ. 1. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ.
2 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനന സ്ഥലം ഏത്? അത് മദീനയാണ്. അദ്ദേഹം ജനിച്ചത് മദീനയിലാണ്. 3 അശറത്തുൽ മുബശ്ശറയിൽ നിന്ന് അവസാനം വഫാത്തായത് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പല തവണ പല സ്ഥലത്തായിട്ട് എന്ത് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വാർഷികത്തിലാണെങ്കിലും പൊതുപരീക്ഷകളിലാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അശറത്തുൽ മുബശ്ശറയിൽ നിന്ന് അവസാനം വഫാത്തായത് ആരാണ്? അത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4 പിതാവിൻ്റെ ദുആ കാരണം ഇസ്ലാമായത് ആര്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും പലതവണ വന്നിട്ടുണ്ട്. സഈദ് റളിയല്ലാഹു അൻഹു. സഈദിൻ്റെ പിതാവ് എന്താണ് ദുആ ചെയ്തത് എന്നും ചോദിക്കാറുണ്ട്. അതാണ് കൂടുതലായിട്ട് വരാറ്. 5 ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആര്? അത് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം 6. ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത്? ഉത്തരം ഉഹദ് യുദ്ധം. 7. അബു ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ. 8. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത്? അത് ഖുതുബ് മിനാറാണ്. 7ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ എത്തിയ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്. അതറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം, അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ? അതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചു വന്നതാണ്. അത് ധർമ്മടം. 10. ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര്? ചേരമാൻ മസ്ജിദ് സ്ഥാപിച്ചത് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. 10ാമത്തെ ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും ചോദിച്ചതിൽപ്പെട്ടതാണ്. 11. മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര്? അത് മഹാനായ മഖ്ദൂം ഒന്നാമൻ. ചോദ്യം 12. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബനാമം എന്ത്? ഒരു ബനു അസദ്. കുടുംബ പേര് ബനു അസദ്. ഇനി വ്യക്തമാക്കാം. ചോദ്യം 1. ഉമർ ഖാളി റളിയല്ലാഹു അൻഹു രചിച്ച 3 കിതാബുകൾ. 1. നഫായിസുദ് ദുറർ. 2. മഖാസിദുൻ നിക്കാഹ്, ഉസൂലുദ് ദബ്ഹ്. ചോദ്യം 2. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 പ്രധാന ഘട്ടങ്ങൾ. ആ 4 നിർബന്ധമായി പഠിക്കുക. അതിൻ്റെ തുടക്കം, അവസാനം, അത് വിരാമം, ആ വർഷമൊക്കെ മനസ്സിലാക്കി വെക്കുക. ഖുലാഫാ റാഷിദുകളുടെയും അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ, അതായത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 പ്രധാന ഘട്ടങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം അതും ഡേറ്റ് അടക്കം, വർഷമടക്കം കൃത്യമായിട്ട് എന്ന് മുതൽ തുടങ്ങി എന്ന് അവസാനിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഘട്ടങ്ങളാണ്. 1. ഖിലാഫത്തു റാഷിദ. 2. ഖിലാഫത്തു അമവിയ്യ. 3. ഖിലാഫത്തു അബ്ബാസിയ്യ. 4. ഖിലാഫത്തു ഉസ്മാനിയ്യ. ചോദ്യം 3. ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹ്യ ഗുണങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. 3 സാമൂഹ്യ ഗുണങ്ങൾ. 1. മാന്യമായ വേഷവിധാനം. 2. മഹത്തായ ജീവിതശൈലി. 3. എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. ഈ 3 കാര്യങ്ങളാണ് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹിക ഗുണങ്ങൾ. ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.